അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈരയോന്റെ വിധിയറിയിലും പെരുന്നാൾ വന്നു. ഈദിന്റെ മണിമന്ത്രമുണർന്നിത ആഘോഷിക്കുന്നു. ഈരയോന്റെ വിധിയറിയിലും പെരുന്നാൾ വന്നു. ഈദിന്റെ മണിമന്ത്രമുണർന്നിത ആഘോഷിക്കുന്നു. കുട്ടികൾ പടക്കത്തിൻ പൂത്തിരി കൊളുത്തി, മകൾ കൈകളിൽ മൈലാഞ്ചി ചാർത്തി, ഉമാമറപ്പങ്ങൾ ചുട്ടു നിരത്തി, പുലരോളം ഉറക്കങ്ങളില്ലാതെ മതിമറന്ന് പൂമാനത്തൊളി തെളിച്ചവാൽ ഉദിച്ചു നിന്ന്. ഈരയോന്റെ വിധിയറിയിലും പെരുന്നാൾ വന്നു. ഈദിന്റെ മണിമന്ത്രമുണർന്നിത ആഘോഷിക്കുന്നു. ഉയരുമ്പോൾ അല്ലാന്റെ വീട്ടിൽ തക്ബീറോതി, അത് കേട്ട് മുസൽമാനും നിസ്കാരം കൂടി. ഉയരുമ്പോൾ അല്ലാന്റെ വീട്ടിൽ തക്ബീറോതി, അത് കേട്ട് മുസൽമാനും നിസ്കാരം കൂടി. പർസമീത് മുബാരക്ക് ചൊല്ലി ഇതിന് വീട്ടിലേക്കായി ക്ഷണിച്ച് പരിശുദ്ധ പെരുന്നാൾ വരവേൽക്കയായി. പർസമീത് മുബാരക്ക് ചൊല്ലി ഇതിന് വീട്ടിലേക്കായി ക്ഷണിച്ച് പരിശുദ്ധ പെരുന്നാൾ വരവേൽക്കയായി. നാടാകെ തിരക്കിട്ട് തിടുക്കം തുടക്കമായി. നിറഭംഗി പെരുത്തുള്ള വസ്ത്രം അണിയനായി. ഉയരുമ്പോൾ അല്ലാന്റെ വീട്ടിൽ തക്ബീറോതി, അത് കേട്ട് മുസൽമാനും നിസ്കാരം കൂടി. നാടും വീടും നാട്ടാരെല്ലാം മികവിലൊരുങ്ങുന്നേ. നന്മ പെരുന്നാൾ നല്ലതുപോലെ ആഘോഷം കൂടുന്നേ. നാടും വീടും നാട്ടാരെല്ലാം മികവിലൊരുങ്ങുന്നേ. നന്മ പെരുന്നാൾ നല്ലതുപോലെ ആഘോഷം കൂടുന്നേ. നാഥൻ തന്നുടെ കൽപ്പന പോലെ പെരുന്നാൾ കൊണ്ടാടുന്നേ. പുലരി പിറന്നാൽ സായാഹ്നം വരെയും സർവം മറക്കുന്നേ. നാടും വീടും നാട്ടാരെല്ലാം മികവിലൊരുങ്ങുന്നേ. നന്മ പെരുന്നാൾ നല്ലതുപോലെ ആഘോഷം കൂടുന്നേ. എങ്ങനെയുണ്ട് പിന്നെ വിഷയല്ലോ? മഴ ഉണ്ട് അവിടെ? മഴ ഉണ്ട്. ഇന്നലെ മാത്രമേ ഒരു അരയുണ്ടായി. ഇടിയാ
വെയിലില്ല ഞാൻ ഒരു മായുണ്ട്. അവിടെ എങ്ങനെ ഇല്ലല്ലോ അരിക്കല്ലേ ഇപ്പൊ കിലോക്ക് മൊബൈല് ഏത് ഇതാ ഇത് പിന്നെ ഞാൻ വേങ്ങിയല്ലേ ഞാനൊന്ന് വേഗം നീ വേങ്ങി അതന്നെയല്ലേ അതന്നെ ഇപ്പൊ പിന്നെ ഞമ്മല്ലേ സംസാരിക്കുന്നത് നേരിട്ട് സംസാരിക്കാൻ മതിയല്ലേ പിന്നെ എത്ര മണിക്ക് അവിടെ നിൽക്കാറോ നിങ്ങളവിടെ ഇവിടെ നിന്നുണ്ടാ ഞാൻ നിസ്കാരം പിന്നെ വെരികലത്തേക്ക് വരികളെ ഒരു പോത്തും വെരികലത്തേക്ക് അപ്പൊ ഇത് നിങ്ങളെ വീഡിയോ കോൾ അല്ലേ ഒരു പോത്ത് बादल वर्ष दुनिया जाने अक्किया वर्ष कोई नहीं जाने അതും നിങ്ങളെ ഇന്റർവ്യൂ ഇപ്പോൾ എത്ര നിങ്ങളെ ചാർജ് എത്ര ഇപ്പൊ കുറച്ചു നിന്നിട്ട് ഇന്നത്തെ എത്ര പൈസ ഇല്ലാതെ ഇപ്പൊ വെറും 500 മാത്രം വെറും 500 മാത്രം 1500 കുറച്ച് 1500 അതിനെ കുറച്ച് വെറും 500 മാത്രം 500 പിന്നെ പിസ്തുള്ള അത് വേറെ വേറെ അല്ല പൂജ്യത്തിന് വിലയില്ല ഒരു പൂജ്യം കൂടി കുറച്ചിടാൻ അത്രേ പൂജ കുറച്ചെങ്കിൽ അതിനകത്ത് പിന്നെ പൂജല്ലേ 5 ബാക്കിയല്ലേ പിന്നെ വേണം 5 കുറച്ചിടല്ലേ അന്നത്തെ പെരുന്നാവും ഇന്നത്തെ പെരുന്നാൾ തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങളെ നോട്ടത്തില് എന്റെ നോട്ടത്തില് പായ പെരുന്നാലും ഒരു 3 പെരുന്നാലെ തുളിപ്പാട്ടിട്ട് അതിനെല്ലാം വെച്ചിട്ട് അതിനെല്ലാം ഇടലും ഇപ്പൊ പെരുന്നാക്ക് 4 ജോഡി എടുക്കുന്നു ഒരു പെരുന്നാക്കന്നെ 4-5 ജോഡി വേണോ പണ്ടെല്ലാം അങ്ങനെയല്ല കൈപ്പില്ലാത്തവരെല്ലാം 1-ന് 4 ജോഡി സമാക്കണം ഇപ്പൊ ഒരു പെരുന്നാക്ക് തന്നെ 2 എടുക്കുന്നു 5 പേര് 2 വയ്ക്കില്ല മോളെ മംഗള കഴിഞ്ഞ് നല്ല ഹാപ്പി നല്ല സന്തോഷത്തിൽ മോക്കിടായ ഇപ്പൊ 5 ദിവസമായി അപ്പൊ ടെൻഷൻ എല്ലാം തീർന്നു ടെൻഷൻ കാര്യങ്ങൾ തീർന്നില്ലേ സ്വന്തം ചെലവിലല്ലേ സ്വന്തം ചെലവിൽ നിങ്ങൾ ഇപ്പൊ നാളിൽ എത്ര നാളില് 600 രൂപ ആക്കുന്നത് ഇപ്പൊ നാളെ ഗൾഫാർക്കെങ്കിലും ഇപ്പൊ നാളിൽ 600 രൂപ കിട്ടുന്നില്ല പണിയല്ല ഇതിലാട്ടി ചങ്ക് കുടിച്ചിട്ട് ഞാൻ മറത്താൽ ഇങ്ങനെ അതിലെ വളക്കിച്ച് ബുദ്ധിമുട്ടാക്കി ചങ്കിനെ കുടിച്ചാൽ മറിച്ചേ അപ്പൊ ഒരേ പണി ഫിനിഷായി വേറെന്താ വേറെ എല്ലാം നിന്റെ വയലിന്റെ പണി നമ്മളെ ഇച്ഛ നിങ്ങളെ അനിയനും പോയി രാജാജ്ഞി എന്ത് പറഞ്ഞിട്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക് അനിയന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പിസ്തുളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാവം എന്ത് അയ്യല്ല നല്ല രണ്ട് ബടക്കല്ലേ മനസ്സിലായി ഒരു പൈലാ ഒരു കുറ്റക്കട പച്ച അത് നടന്ന് വെച്ചിട്ട് ഡ്യൂട്ടി തന്നെ പോയിട്ട് വെച്ചിട്ട് ഒരു 2 ദിവസം സുഖമില്ലാണ്ടായിട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും വയസ്സായിട്ടാ ഇങ്ങനെല്ലാം ഒരു പ്രശ്നം വേണം ഇതിങ്ങനെ പെട്ടെന്നായിരിക്കും അല്ലേ അതുകൊണ്ട് ഇവര് വരാം എന്നോട് വലിയ ബിസിനസിന്റെ ആളുണ്ട് ഭയങ്കര ബിസിനസ് പെരുന്നാക്കാട് നിസ്കരിച്ച നമസ്കാരം മയലാടേ ചളിയങ്ങോട്ട് ഞങ്ങൾ മയലാടേ അതിനോണ്ടാണ് നിസ്കരിച്ചത് പിന്നെ കഴിഞ്ഞാൽ കണക്ക് പറയാതെ നിസ്കരിക്കും അവരുടെ വീടെല്ലാം ഒന്നല്ല അത്ര ഇത് നമ്മളെ മയൽ ഉണ്ടാകുമ്പോ പിന്നെ പള്ളേരെ കൂട്ടിട്ട് പോയിട്ട് അപ്പുറത്ത് വന്ന് ഒരു പാട്ട് പാടുന്നില്ലേ പെരുന്നാളെ പാട്ട് ഒരു പെരുന്നാ പാട്ട് എല്ലാ പാട്ട് കളിക്കാൻ എല്ലാം ഇന്നെ അറിയാം വേറൊരു പാട്ട് പാടിയാ ഇവിടുന്ന് പിടിക്കുന്നുണ്ട് നിങ്ങൾ പാടി തലകൃത വികൃത സുഹൃത പമരികനടിക്കോ മങ്ങിടമേഘുമേ പരനർസിംഗ് ഗജ ഗജം പരടി കടുത്തുള്ള സ്വരണ പലകമിൽ വള്ളലോരൊരു നുള്ളിടുന്നത് കാട്ട് ഹന്നാനെ ജനൈ കൊതി വീട്ട് മന്നാനെ ജനൈ തുട മരണ സമയമിൽ തരണം കെളിമയെ അന്തരം ഏളും കടന്ന് ഷാഫിയുൽ വാറാവേ അംബിയാക്കൾക്കാദി ഹംദും യാ റസൂലുള്ളാഹേ. ഇതാണ് അദ്ദിൻചാന്റെ കൊട്ടാരം. അത് അബുദാബിയുടെ ടീമിലേക്ക് ഒക്ടോബർ 29-ാം തീയതി വീട്ടിലെത്തിച്ചതിന് എന്റെ കുടുംബത്തിന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ അംസ ടിവിയോട് ഒരു കുസൃതി ചോദ്യം. 3 ആൾ ഒരു ഹോട്ടലിലേക്ക് പോയി. 3 മസാല ദോശക്ക് ഓർഡർ ചെയ്തു. 3 മസാല ദോശ വന്ന് മാത്രം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ദോശ എത്ര 3 മസാല ദോശക്ക് ഓർഡർ ചെയ്ത് 3 വന്നിന് മാത്രം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? അപ്പൊ തോന്നുന്നു. ഇല്ല യാറൊന്നും തോന്നിട്ടില്ല. എല്ലാവർക്കും ഓരോന്നും തന്നെ തോന്നുന്നു. അപ്പൊ 3 കൊടുത്തു 3 ആൾക്ക് 3 ആണ്ടി
ആണോ? വേറെ തോന്നിട്ടില്ല. വേറെ തിന്നിട്ടില്ല. അപ്പൊ കുറച്ചിട്ട് 3 കളി പറഞ്ഞു. ഇല്ല 3 തേച്ചും കൊണ്ടുവന്നു. അതിന്റെ അടുത്ത് കൊടുത്തു 2 കൊടുത്തിട്ട് 3 കഴിച്ചില്ല. ഇല്ല 3 മസാല ദോശക്ക് ഓർഡർ ചെയ്ത് 3 ബന്നിന് മാത്രം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ. അപ്പൊ കാരി ദോശ മാത്രം കൊടുത്തില്ല, കറിയൊന്നും ഇല്ല. അതുകൊണ്ട് എല്ല് കിട്ടാൻ എല്ല് കിട്ടിയിട്ടില്ല. മസാല ദോശ പച്ചക്കറി അല്ല എല്ല് കിട്ടിയിട്ടില്ല. പൊട്ടന് പെന്നെ വെക്കുന്ന അങ്ങനെ. ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പൊ കുട്ടിന് കണ്ണാടി വെക്കുന്ന അങ്ങനെ. ഇങ്ങനെ കണ്ണിലേക്ക് കാണിച്ചാൽ മതി. കണ്ണില് കാണിക്കുന്നതിന് കുട്ടന് വായി വരുന്നില്ലേ? 1030 1030 എത്ര? 2060 20 എത്ര? 2080 2080 10 എത്ര? എത്ര? 2090 2090 10 എത്ര? 3000 നേരെ കണക്കൂട്ടി 3000 ആവോ? 2090 10 3000 ആവോ? 2100 പോരെ? 2090 10 3000 എങ്ങനെയാന്ന് ചതിയത് കണക്കില്? അല്ല 2090 10 തരും നീയല്ലേ? 2090 10 3000 അതെ പിന്നെ 3000 അതെങ്ങനെ 2100 പോരെ? 90 ഉണ്ടല്ല. അപ്പൊ അതിക്ക് 10 കൂട്ടല്ലേ? പിന്നെ 100 3110. ഫ്രണ്ട്സ് ക്ലബിന്റെ ദശവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ പരിപാടിയാണ് ഇന്നിവിടെ ഈ പതാക ഉയർത്തൽ ചടങ്ങോടുകൂടി. പതാക ഉയർത്തൽ ചടങ്ങ് നമ്മുടെ 10 പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ഈ മാസം 30-ന് അവസാനിക്കേണ്ട പരിപാടിയുടെ 3ാമത്തെ പരിപാടിയാണ്. അത് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പരിപാടി നമ്മുടെ ഫ്രണ്ട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം മുതലാളിലെ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകേണ്ടവാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. മേലിലും ഞങ്ങളുടെ പരിപാടിയുമായിട്ട് മൊഗ്രാലിലെ മുഴുവനും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഓരോ പ്രമുഖരും നാട്ടുകാരും പ്രവർത്തകരും ഒക്കെ തയ്യാറായി നമ്മൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ചെറിയ പരിപാടിക്ക് ചെറിയ രീതിയിലൊരു സ്വാഗതം പറയുക എന്നത് ആണ് എൻ്റെ ഉദ്ദേശം. അത് ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ എത്തി നമ്മുടെ പരിപാടി തന്നെ ആദ്യമായി കണ്ട ഒരു പൊതുപരിപാടി സംബന്ധിക്കാൻ നമുക്ക് തന്നെ കിട്ടിയത് നമ്മളൊരു ഭാഗ്യമായി കരുതുന്നു. അത് ഞങ്ങൾ ആദ്യമായിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഇതിനോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം ചെയ്തു. വൈസ് പ്രസിഡന്റ് മഞ്ജുനാഥ് അളവ, അദ്ദേഹം ഈ മുഗ്രാലുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആർവമായി സ്വാഗതം ചെയ്യുന്നു. അതോടെ തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുഹമ്മദ് DCK മുഗ്രാൽ, ബഷീർ അഹമ്മദ്, അതുപോലെ MC മക്ബർ, MMK മായി മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നാട്ടുകാരും ക്ലബിന്റെ പ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ നിർവഹിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത്